നമസ്കാരം പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ പാലത്തിൻ്റെ ഉദ്ഘാടനമാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് ഉദ്ഘാടനം വെച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തോടുകൂടി പാലത്തിൻ്റെയും അനുബന്ധ റോഡായ കൊട്ര തച്ചക്കോട് നെടുമങ്കാവിനെ ബന്ധിപ്പിക്കുന്ന റോഡിൻ്റെ ഉദ്ഘാടനമാണ്. പ്രവർത്തകരെല്ലാം വളരെ അധികം ആഘോഷത്തിലാണ് ഇവിടെ. കണ്ടില്ലേ, അങ്ങനെയാണോ റോഡിന്റെ ഉദ്ഘാടനം നടക്കൂല? അപ്പൊ എങ്ങനെ കാണുന്നു? നാടിന്റെ വികസനമല്ലേ ഇതൊക്കെ? ഓക്കെ, വികസനമാണല്ലേ, വികസന നേട്ടമായിട്ട് തന്നെ കാണുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളെയൊക്കെ സന്തോഷം മുഖത്ത് കാണാം. അപ്പൊ ഇന്ന് മന്ത്രി വരികയാണല്ലോ. ചിരകാല സ്വപ്നമാണ്. ഓക്കെ, കഠിന ശ്രമത്തിന്റെ ഫലമായിട്ടാണല്ലേ? ഓക്കെ, പാലപ്പടക്കമുണ്ട്, ആകാശത്ത് പോയി വെട്ടുന്ന സാധനങ്ങളുണ്ട്, മധുര വിതരണമുണ്ട്. ഓക്കെ, അലിമുക്ക് സഖാക്കൾ ഇതൊരു വലിയ ആഘോഷമാക്കി മാറ്റുക. നമ്മുടെ റോഡിന്റെ ഉദ്ഘാടനം നടക്കാൻ പോയില്ല ചേട്ടാ? ഇന്ന് 5 മണിക്ക് അതെ, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലിന്റെ കീഴിലും പിന്നെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സാന്നിധ്യത്തില് ഉദ്ഘാടനം നടക്കുക. സന്തോഷമുണ്ടല്ലേ? സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. 75 വയസ്സായ എന്റെ ഈ കാലഘട്ടത്തിലെ ഈ റോഡിന്റെ വികസനം ഇത്രയും വരിക എന്ന് പറഞ്ഞാൽ അതെ, ചിരകാല സ്വപ്നമായിരുന്നു. ഓക്കെ, അപ്പം ഇതിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ മുൻകാല രീതി അനുസരിച്ച് നമ്മുടെ ഈ റോഡിൻ്റെ ഒരു അവസ്ഥ പറയുവാണെങ്കിൽ അതിലൊക്കെ ഇപ്പോൾ ഹൈടെക് രീതിയിലുള്ള ഒരു റോഡാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം കൂടാണ്. നമ്മൾ ഈ നാട്ടിലെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ വളരെ സന്തോഷം. പിന്നെ സത്യത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഈ റോഡ് നമ്മുടെ ഈ ഗ്രാമീണ പ്രദേശത്ത് വളരെ സന്തോഷം, അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, അപ്പൊ ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനത്തിന് കാണുമല്ലോ? തീർച്ചയായിട്ടും കാണും. നാട്ടെ എന്റെ കടയുടെ അതുകൂടെ ഒന്ന് കാണിച്ചേക്കും. ഓ, അത് എടുത്തിട്ടുണ്ട്. അതെ അതെ അതെ, നമ്മുടെ വാർഡ് മെമ്പർ ഇവിടെ എത്തിയിട്ടുണ്ട്. വാർഡ് മെമ്പർ 2 വാക്ക് പറയുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷകരമായ ഒരു ദിവസമാണ് കോട്ടയെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് നമ്മുടെ അറക്കടവ് പാലവും അനുബന്ധ റോഡും ഇന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാലിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇന്ന് വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിന് എല്ലാ പ്രിയപ്പെട്ടവരും എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ആണോ? ഓക്കെ, സന്തോഷമുണ്ട്. അതെ, ചിരകാല സ്വപ്നമായിരുന്നു, സാക്ഷാത്കരിച്ചില്ലേ? ഓക്കെ, ഓ ശരി. ഓക്കെ, പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം വിട്ടുപോയായിരുന്നു. നമ്മുടെ വാർഡ് മെമ്പറായ MP പ്രകാശൻ ഇതിനു വേണ്ടിയിട്ട് ആദ്യ അവസാനം വരെ നല്ല രീതിയിൽ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. അത് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ തോമസ് മെമ്പറിനെ പറ്റി അയ്യോ സോറി, അതുകൂടെ പറയാൻ മറന്നുപോയി. നമ്മുടെ മൺമറഞ്ഞു പോയ നമ്മുടെ തോമസ് മെമ്പർ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് MP പ്രകാശിൻ്റെ കൂട്ട് തന്നെ ഇതിനു വേണ്ടിയിട്ട് വളരെ വളരെ ആദ്യ സമയം തൊട്ട് ഇതിനു വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് തോമസ് മെമ്പർക്ക് വേണ്ടിയും കൂടെ ഞാൻ ഈ ഒരു അവസരം പറയുന്നുണ്ട്. ഓക്കെ, അമ്മാമ എങ്ങനെ കാണുന്നു? പുതിയ റോഡൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പോവാണല്ലോ. റോഡിലെ ചില കാലാവിലെ
അഭിലാഷമായ ബസ് സർവീസ് വരണം. ഓക്കെ, ബസ് വരുന്നുണ്ട്, ഉടൻ തന്നെ ബസ് വരുന്നുണ്ട്. ബസ് വരുന്നെന്നാണ് ഇപ്പോൾ മെമ്പർ പറഞ്ഞിട്ട് പോയത്. അപ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ വൈകുന്നേരം ഉദ്ഘാടനത്തിന് കാണും. ഓക്കെ, റോഡ് വന്നത് നല്ല കാര്യം. നല്ല കാര്യം. ആ റോഡിന്റെ ശോചനീയ അവസ്ഥയിൽ നിന്ന് മാറി പുതിയ റോഡ് പാലം വന്നതിന് വളരെ സന്തോഷം. ഓക്കെ. ഞാൻ റോഡിലെ കൊണ്ട് വെളുപ്പിക്കണമെന്നും പറഞ്ഞിരുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ അമ്മാമ്മയുടെ വാക്കുകളിലേക്ക് 2 വാക്ക് പറയാം. അമ്മാമ്മ എങ്ങനെയുണ്ട്? നല്ലതാ. ആണോ? റോഡിനെ പറ്റി ഇന്ന് ഉദ്ഘാടനം നടക്കാൻ പോവാണല്ലോ. അപ്പൊ എങ്ങനെ കാണുന്നു? നല്ലതായിട്ട് കാണുന്ന ഇത്രയും ഒരു ഭാഗ്യം കിട്ടിയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. നന്ദി പറയുന്നു. ഓക്കെ ഓക്കെ. ആയതുകൊണ്ട് വളരെ ഉപകാരം. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും നന്ദി. റോജ, ഇന്ന് നമ്മുടെ റോഡിന്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. വൈകുന്നേരമാണ് റോഡിന്റെ ഉദ്ഘാടനം ഇന്ന് നടക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഓക്കെ. ഈ പ്രദേശത്തിന്റെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു ഇത്. അതിന് യാഥാർത്ഥ്യമായതിൽ ഇതിൽ പ്രവർത്തിച്ചുള്ള വലിയ സന്തോഷവും സ്നേഹവും ഈ അവസരത്തിൽ പറയുന്നു. ഓക്കെ.